അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, പുരുഷന്മാർ അവരുടെ വസ്ത്രധാരണത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചാണ് ഈ സംസാരത്തിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യാവസാനം വരെ കേൾക്കണം. കാരണം പല ആളുകളും ധരിച്ചിട്ടുള്ളത് വസ്ത്രധാരണം അതിൽ മര്യാദ പാലിക്കുന്നത് സ്ത്രീകളുടെ മാത്രം ഒരു ബാധ്യതയാണ്, പുരുഷൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല എന്ന ഒരു പൊതുധാരണ ആളുകൾക്കുണ്ട്. അത് തിരുത്തപ്പെടേണ്ട ധാരണയാണ്. ഞാനിവിടെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ വ്യക്തമായ തെളിവുകളുടെ പിൻബലമുള്ള സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമുള്ള കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർ അവരുടെ ഔറത്ത് മറയ്ക്കണം. അത് മറ്റുള്ളവർ കാണാൻ പാടില്ല. എന്താണ് പുരുഷൻ്റെ ഔറത്ത് എന്ന് അപ്പോൾ ചോദ്യമുണ്ടാകും. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ആ വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അഥവാ പുരുഷൻ്റെ പൊക്കിളിനും കാൽമുട്ടിനുമിടയിലുള്ള ഭാഗങ്ങൾ ഔറത്താണ്. ഇത് ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ തുടഭാഗം അത് ഔറത്താണ്. പുരുഷൻ്റെ തുട മറ്റുള്ളവർ കാണാൻ പാടില്ല. അതേപോലെ തന്നെ പൊക്കിൾ വരെയുള്ള ഭാഗങ്ങൾ കാണാൻ പാടില്ല. അപ്പോൾ പൊക്കിളിനും കാൽമുട്ടിനുമിടയിലുള്ള ഭാഗം പുരുഷൻ്റേത് ഔറത്താണ്. അത് മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവർ അങ്ങോട്ട് നോക്കാനോ പാടില്ല. കാൽമുട്ട് ഔറത്തിൽപ്പെടുമോ? അതേപോലെ തന്നെ പൊക്കിൾ കണ്ടാൽ ആ പൊക്കിളിൻ്റെ ഭാഗം ഔറത്താണോ? അവിടെ പണ്ഡിതന്മാർ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ ശരിയായ അഭിപ്രായം പൊക്കിൾ വരെയാണ്, പൊക്കിൾ ഔറത്തിൽ പെട്ടതല്ല. അതേപോലെ തന്നെ കാൽമുട്ട് വരെയാണ്, എന്നാൽ കാൽമുട്ട് കണ്ടു എന്നതുകൊണ്ട് കുഴപ്പമില്ല. ഹദീസിൽ നിന്ന് ആ നിലക്ക് മനസ്സിലാക്കാം. എങ്കിലും ചില ആളുകളെങ്കിലും കാൽമുട്ട് വരെ എന്ന് പറഞ്ഞാൽ അത് കാൽമുട്ട് ഉൾപ്പെടെയാണ്, പൊക്കിൾ വരെ എന്ന് പറഞ്ഞാൽ അത് പൊക്കിൾ ഉൾപ്പെടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് പൊക്കിളും കാൽമുട്ടും കൂടി മറയ്ക്കുക. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഒരാളുടെ പൊക്കിൾ മാത്രം വെളിവായി അല്ലെങ്കിൽ കാൽമുട്ട് മാത്രം വെളിവായി എങ്കിൽ അയാൾ ഔറത്ത് പ്രദർശിപ്പിച്ചു എന്ന് പറയാവുന്നതുമല്ല. അതാണ് ആ വിഷയത്തിൽ കൃത്യമായി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ തുടഭാഗം അത് ഔറത്താണ്, പൊക്കിൾ വരെയുള്ള ഭാഗങ്ങൾ ഔറത്താണ്. അത് കാണിക്കാനോ അവിടേക്ക് മറ്റുള്ളവർ നോക്കാനോ പാടില്ല എന്ന് വളരെ കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പല പുരുഷന്മാരും പുറത്തിറങ്ങുമ്പോൾ കാൽമുട്ട് മാത്രമല്ല അതിൻ്റെയും മേലേക്കുള്ള തുടഭാഗം കാണുന്ന രൂപത്തിലുള്ള ചെറിയ, പണ്ട് കാലത്തൊക്കെ ആളുകൾ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ധരിച്ചിരുന്ന അണ്ടർവെയർ പോലെ തോന്നിക്കുന്ന പല ഡ്രസ്സുകളും ധരിച്ചുകൊണ്ടാണ് പുരുഷന്മാർ പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നത്. വീട്ടിൽ പോലും ആളുകൾ പണ്ട് ഉപയോഗിക്കാൻ ലജ്ജ കാണിച്ചിരുന്ന വസ്ത്രധാരണ രീതിയാണ് പുരുഷന്മാർ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ ട്രൗസറുകൾ ധരിച്ച്, മറ്റു പല പേരുകളും അതിനുണ്ട്. അങ്ങനെ പേര് മാറ്റി ആധുനികമാണെന്ന് തോന്നിക്കുന്നു എന്നല്ലാതെ വ്യക്തമായും അവരുടെ ഔറത്ത് കാണുന്നുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. മുസ്ലിമീങ്ങൾ അത്തരത്തിലുള്ള തെറ്റായ രീതികളിൽ നിന്ന് മാറി നിൽക്കണം. മുസ്ലിം പുരുഷന്മാരും ചെറുപ്പക്കാരുമൊക്കെ അത് ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തത്, ഇടുങ്ങിയതോ നേരിയതോ ആയ വസ്ത്രം ധരിക്കരുത്. ഇത് പരക്കെ ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു തത്വമാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ ഉള്ളതുപോലെ തന്നെയാണ് ആ വിഷയം പുരുഷൻ്റെ കാര്യത്തിലുമുള്ളത്. കാരണം നമ്മുടെ ഔറത്ത് നമ്മൾ കൃത്യമായി മറയ്ക്കണം. നേരിയ വസ്ത്രമാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കാണുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ വസ്ത്രം ധരിച്ചതും ധരിക്കാത്തതും ഒരുപോലെയായിത്തീരും. അതേ ഇഫക്റ്റ് തന്നെയാണ് ചില പുരുഷന്മാർ ഇടുങ്ങിയ രൂപത്തിലുള്ള ബനിയൻ ക്ലോത്തുകൾ കൊണ്ടുള്ള, അതേപോലെ തന്നെ ലെഗിൻസ് എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില പാൻറ്റുകളും മറ്റും ധരിക്കുന്നുണ്ട്. അതിലൂടെ സംഭവിക്കുന്നത് അവരുടെ മുൻഭാഗവും പിൻഭാഗവും വ്യക്തമായി പ്രകടമാകുന്നുണ്ട്. അതിൻ്റെ ഷേപ്പും ആകൃതികളുമൊക്കെ പ്രകടമാകുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. അത് അദബിനെതിരാണ്, മര്യാദക്കെതിരാണ്. അവിടെയും ഔറത്ത് മറക്കാത്ത ഒരു ഫീലിംഗ് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ടൈറ്റായിട്ടുള്ള പാൻറ്റുകളോ ലെഗിൻസുകളോ അതേപോലെയുള്ളതോ യഥാർത്ഥത്തിൽ ധരിക്കരുത്. സലഫുകൾ പ്രത്യേകം ബോധ്യപ്പെടുത്തിയ കാര്യമാണ്.
മുൻഭാഗവും പിൻഭാഗവും അത് പ്രകടമാകാത്ത രൂപത്തിൽ അവർ വസ്ത്രം തൂക്കിയിട്ടിരുന്നു. അതുകൊണ്ടാണ് അറബികളുടെ നീളക്കുപ്പായത്തിൻ്റെ പ്രസക്തി. അതേപോലെ തന്നെ പല ഇസ്ലാമിക രാജ്യങ്ങളിലുമുള്ളവർ ജുബ്ബ ധരിക്കുന്നവരാണ്. ആ ജുബ്ബയുടെ പ്രത്യേകത മുൻഭാഗത്തും അതേപോലെ തന്നെ പിറകിലും തൂക്കിയിടുന്ന രൂപത്തിലാണ്. താഴോട്ട് തൂങ്ങി നിൽക്കുന്ന ചില ആളുകളുടേത് കാൽമുട്ട് വരെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ളതാണ്. എന്തിനാണത്? ഔറത്തിൻ്റെ ഭാഗത്തിൻ്റെ ആ ഷെയ്പ്പ് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പാൻറ്റ് ധരിക്കുകയാണെങ്കിൽ ലൂസുള്ള പാൻറ്റുകൾ ധരിക്കുക. അതേപോലെ തന്നെ കുപ്പായം മുന്നിലും പിറകിലും തൂങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള ജുബ്ബ ടൈപ്പാണ് ഏറ്റവും ഹൈർ. അതല്ലാതെ അവരുടെ ലൈംഗികാവയവങ്ങളൊക്കെ പ്രകടമാകുന്ന രൂപത്തിൽ പല ആളുകളും വസ്ത്രം ധരിക്കുന്നുണ്ട്. പള്ളികളിൽ വരുമ്പോൾ പോലും അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. പുരുഷന്മാർ അക്കാര്യം ശ്രദ്ധിക്കണം. അവരുടെ കുപ്പായങ്ങൾക്ക് നീളമുണ്ടാവട്ടെ, ആ ഭാഗം അവർ പ്രത്യേകം മറച്ചു എന്ന് ഉറപ്പുവരുത്തട്ടെ. പണ്ടത്തെ കാലം പോലെയല്ലല്ലോ. ഇന്ന് ധാരാളം വസ്ത്രം നമുക്ക് അവൈലബിളാണ്, അതിനുള്ള സാമ്പത്തികമായ ശേഷിയുണ്ട്. അതൊന്നുമില്ലാത്ത ആളുകൾക്ക് ഇളവുകളുണ്ടെങ്കിലും അതെല്ലാം ഉണ്ടായിരിക്കെ ഫാഷൻ്റെ പേര് പറഞ്ഞുകൊണ്ടും സൗകര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുമൊക്കെ ഈ നിലക്ക് ഹയ ഇല്ലാത്ത, ലജ്ജയില്ലാത്ത രൂപത്തിലുള്ള വസ്ത്രം പുരുഷന്മാർ ധരിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇടുങ്ങിയതും നേരിയതുമായ വസ്ത്രം അവർ പുരുഷന്മാരും ധരിക്കരുത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ചില ആളുകൾ കുപ്പായം വളരെ ചെറിയ കുപ്പായം ധരിക്കും. അതേപോലെ തന്നെ പാൻ്റാകട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള വസ്ത്രമാകട്ടെ വളരെ ലൂസുള്ളതായിരിക്കും, അരയിൽ ടൈറ്റായി നിൽക്കാത്തതായിരിക്കും. ഇതുകൊണ്ടുള്ള ഫലം എന്താണെന്ന് പറഞ്ഞാൽ അണ്ടർവെയർ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. നോക്കുക, അതൊരു നല്ല അടയാളമാണോ? നിങ്ങൾ ചിന്തിക്കൂ. അടിവസ്ത്രം ഇങ്ങനെ മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളത് മോശമല്ലേ? അതേപോലെ തന്നെ അവരൊന്ന് കൈപൊന്തിച്ചാലും മറ്റുമൊക്കെ അവരുടെ ഔറത്തൊക്കെ വെളിവാകുന്ന, പൊക്കിളിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ വരെ വെളിവാകുന്ന രൂപത്തിലാണ് അവർ കൈപൊന്തിച്ചാലൊക്കെ സംഭവിക്കുന്നത്. പലരും ബനിയൻ ധരിച്ചുകൊണ്ടത് മറയ്ക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. എന്നാൽ പല ആളുകളും ബനിയൻ ഇടാത്ത ആളുകളാണ്. അവർ കൈപൊന്തിക്കുമ്പോഴും മറ്റുമൊക്കെ അവരുടെ പൊക്കിളിൻ്റെ ഭാഗം പ്രകടമാകുന്നു, പിറകിലും മുന്നിലുമൊക്കെ പ്രകടമാകുന്നു. അത്തരത്തിലുള്ള ചെറിയ കുപ്പായങ്ങൾ ധരിക്കരുത്. അതേപോലെ തന്നെ ലൂസുള്ള പാൻ്റാകുമ്പോഴെന്താണ്, ഈ പാൻറ് ഇങ്ങനെ ഇടക്ക് അഴിഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല ആധുനിക കാലഘട്ടത്തിൽ ഒരു ഫാഷനാണെന്ന് തോന്നുന്നു അണ്ടർവെയർ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ പാൻ്റ് ഇടുക. അങ്ങനെയുള്ള പാൻറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാൽ വിചാരിക്കും നമ്മളിതിപ്പോൾ അഴിഞ്ഞു പോകുമെന്ന്. പക്ഷേ അത് അഴിഞ്ഞു പോകില്ല. എന്നാലോ ഈ ഔറത്ത് വെളിവാവുകയും ചെയ്യും. അങ്ങനെയുള്ളത് ധരിക്കരുത്. പ്രത്യേകിച്ചും നമസ്കാരത്തിൽ ശരിക്കും ശ്രദ്ധിക്കുക. നമസ്കാരത്തിൽ പല ആളുകളും സുജൂദ് ചെയ്യുമ്പോൾ, റുക്കൂ ചെയ്യുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഔറത്ത് വെളിവാകുന്നുണ്ട്. പിൻഭാഗമൊക്കെ വളരെ കൃത്യമായി വെളിവാകുന്നു. ഈ ലൂസുള്ള പാൻറ്റ് ധരിക്കുന്നത് കൊണ്ടും ചെറിയ കുപ്പായം ധരിക്കുന്നത് കൊണ്ടും ഉണ്ടാവുന്നതാണത്. ചെറിയ ടീഷർട്ടുകളൊക്കെ ധരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണത്. അങ്ങനെ നമസ്കാരം തന്നെ ബാത്തിലായി പോകും. ഔറത്ത് മറയണ്ടേ നമസ്കാരത്തിൽ? അപ്പോൾ നമസ്കാരത്തിലല്ലാത്തപ്പോൾ പോലും പാടില്ല. അപ്പോൾ നമസ്കാരത്തിൽ വളരെ ഗൗരവമുള്ളതാണ്. ഈ രൂപത്തിൽ ഔറത്ത് വെളിവായാൽ നമസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് പലരുടെയും പിൻഭാഗം പിറകിലെ സഫിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് കാണുന്ന രൂപത്തിലാണ് സംഭവിക്കുന്നത്, അത് പ്രകടമാകുന്നത്. അതുകൊണ്ട് ആ കാര്യം കൂടി വസ്ത്രം ധരിക്കുന്നിടത്ത് പുരുഷന്മാർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പുറത്ത് എഴുത്തുകളുള്ള ടീഷർട്ടുകളും കുപ്പായവും ഇട്ടുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പോവരുത് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ പുറത്ത് എഴുതുന്ന എഴുത്തുകൾ ബാക്കിൽ നമസ്കരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയെ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ചോദിക്കരുത് അവർക്ക് സുജൂദിലേക്ക് നോക്കിയാൽ പോരെ, എന്തിനാണ് കുപ്പായത്തിലേക്ക് നോക്കുന്നത്? അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും നമസ്കരിച്ച സന്ദർഭത്തിൽ നബിയുടെ ശ്രദ്ധ മുന്നിലുണ്ടായിരുന്ന ചില കർട്ടനുകളിലേക്കും അവിടെയുള്ള ചിത്രങ്ങളിലേക്കും കള്ളികളിലേക്കും പോയപ്പോൾ അതൊക്കെ എടുത്തു മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് സ്വഹീഹായ ധാരാളം ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും ചോദിക്കുമോ, നിങ്ങൾക്ക് സുജൂദിലേക്ക് നോക്കിയാൽ പോരെ, എന്തിനാണ് അങ്ങോട്ട് നോക്കിയത്? മനുഷ്യനാണ്. മനുഷ്യൻ്റെ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ അതിനൊരു കാരണക്കാരായി തീരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും പല നിലക്കുമുള്ള, ചിലത് വളരെ മോശമായ ആശയങ്ങളുള്ള എഴുത്തുകളായിരിക്കും, വളരെ വൾഗറായിട്ടുള്ള എഴുത്തുകൾ, ചിലത് നിർദോഷകരമായ എഴുത്തുകളാണ്. പക്ഷേ ആളുകൾ അത് വായിക്കുന്നതിലും അതിൻ്റെ അർത്ഥം ചിന്തിക്കുന്നതിലും മറ്റുള്ളവർ വ്യാപൃതരാകുന്ന, നമസ്കാരത്തിൽ വ്യാപൃതരാകുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ടീഷർട്ടുകളും മറ്റുമൊക്കെ ധരിക്കുമ്പോൾ പരമാവധി എഴുത്തുകൾ ഒഴിവാക്കുക. ഇനി എഴുത്തുകൾ ഉള്ളതാണെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, പള്ളിയിലേക്ക് വരുമ്പോൾ അത്തരം വസ്ത്രങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അഞ്ചാമത്തത്, പല ആളുകളുടെയും കുപ്പായത്തിലും
പാൻസിലുമൊക്കെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം ഉണ്ടാവാറുണ്ട്. അഥവാ തലയോടുകൂടിയുള്ളത്. തലയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ തലയും കണ്ണും കാതും എല്ലാമുള്ള പൂർണ്ണമായും ഒരു ജീവിയുടെ രൂപം നൽകുന്ന പിക്ചറുകളാണെങ്കിൽ, ചിത്രങ്ങളാണെങ്കിൽ, അത്തരം ചിത്രങ്ങളുള്ള കുപ്പായങ്ങൾ, പാൻസ് നമുക്ക് ധരിക്കാൻ പാടില്ല. നമസ്കാരത്തിലും പാടില്ല, അല്ലാത്തപ്പോഴും പാടില്ലാത്തതാണ്. കാരണം ആ നിലക്ക് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, ചിത്രങ്ങൾ വരയ്ക്കുക, ചിത്രങ്ങളുള്ളത് ഉപയോഗിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള കാര്യമാണ്. ധാരാളം ഹദീസുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമസ്കാരത്തിലൊക്കെ അത് ഉപയോഗിക്കുന്നത് കൂടുതൽ കുറ്റകരമായ കാര്യമാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ തെറ്റിക്കുക എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. പല ആളുകളുടെയും കുപ്പായത്തിൻ്റെ ബാക്കിൽ കടുവയുടെ, സിംഹത്തിൻ്റെ ഒക്കെ പൂർണ്ണ ചിത്രങ്ങൾ കാണാം. അതൊക്കെ വളരെയധികം മോശമായ കാര്യമാണ് എന്ന് ചിന്തിക്കുക. ലേഡീസിൻ്റെ, സ്ത്രീകളുടെ ചിത്രങ്ങൾ വരെ പല ആളുകളുടെയും ടീഷർട്ടിൻ്റെ ബാക്കുകളിൽ കാണാം. അതൊക്കെ മോശമാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ആറാമതായി മനസ്സിലാക്കേണ്ടത്, മറ്റു മതവിശ്വാസികൾ അവരുടെ ആരാധനയുടെ ഭാഗമായി സ്വീകരിക്കുന്ന വസ്ത്രധാരണ രീതികളും കളറുകളും അതേ രൂപത്തിൽ ഉപയോഗിക്കാതിരിക്കുക. ഉദാഹരണത്തിന് കാവി വസ്ത്രം ധരിക്കാൻ പാടില്ല. അഥവാ സന്യാസിമാർ ധരിക്കുന്നത് പോലെയുള്ളതാണ് ഉദ്ദേശം. എന്നാൽ ഏതെങ്കിലും ഡ്രസ്സ്, കുപ്പായമോ മറ്റോ അതിൽ കുങ്കുമത്തിൻ്റെ കളർ ഉണ്ടെങ്കിൽ അതല്ല വിലക്കപ്പെട്ടത്. ആ കളറല്ല വിലക്കപ്പെട്ടത്. മറിച്ച് ആ ഒരു വസ്ത്രധാരണ രീതി, ആ ഒരു മെത്തേഡ് പൂർണ്ണമായും അവർ ആരാധനയുടെ സന്ദർഭത്തിലോ അതല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗക്കാരും ആശയക്കാരുമാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ധരിക്കുന്ന പ്രത്യേക വസ്ത്രങ്ങളുണ്ടല്ലോ. ബഹുദൈവാരാധകരായ ആളുകളുടെ അത്തരം വസ്ത്രധാരണ രീതികൾ അനുകരിക്കരുത്. അതുകൊണ്ട് കാവ്യവസ്ത്രം ധരിക്കരുത്. ശബരിമലക്ക് പോകുമ്പോൾ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ആ നിലക്ക് മറ്റു മതവിശ്വാസികളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ലോകം മനസ്സിലാക്കിയിട്ടുള്ള വസ്ത്രങ്ങളുണ്ടല്ലോ, ആ രൂപത്തിലുള്ള വസ്ത്രധാരണ രീതികൾ അത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകളുടെ വസ്ത്രം അവർ ധരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും സ്ത്രീയുടെ ഡ്രസ്സാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കാൻ പാടില്ല. തമാശയായിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചില വേദികളിലൊക്കെ പ്രകടനങ്ങൾ നടത്തുമ്പോഴൊക്കെ ആളുകൾ അത് ചെയ്യാറുണ്ട്. അതൊന്നും പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാരെയും പുരുഷന്മാരുടെ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകന്നു പോകട്ടെ എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളുടെ വസ്ത്രം ധരിക്കരുത്. അത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും. തമാശക്ക് പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഇസ്ലാം ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ പിന്നെ അതിനെ ഒരു തമാശയായി കണ്ട് ചെയ്യുന്നത് ഒരിക്കലും ഭക്തിയുള്ള, തഖ്വയുള്ള ആളുകൾക്ക് യോജിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ എട്ടാമത്തത്, അഹങ്കാരത്തിൻ്റെ, പൊങ്ങച്ചത്തിൻ്റെ വസ്ത്രം ധരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്ന് കാണിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ ഗർവ് നടിക്കാനും ഫഖ്ർ നടിക്കാനും വേണ്ടി വലിയ വില കൊടുത്തുകൊണ്ട്, യാതൊരു ആവശ്യവുമില്ലാത്ത രൂപത്തിലുള്ള വില കൊടുത്തുകൊണ്ടുള്ള അഹങ്കാരവും പൊങ്ങച്ചവും കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇന്ന് പല ആളുകളും വിവാഹ ചടങ്ങുകളിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ വളരെ ദൂർത്തടിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നത് കാണാൻ സാധിക്കും. അവരുടെ പണത്തിൻ്റെ ആ ഒരു ആധിക്യം കാണിക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും അതിനില്ല. ഔറത്ത് മറയ്ക്കാൻ വസ്ത്രം ധരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭംഗിക്ക് വേണ്ടി വസ്ത്രം ധരിക്കാനും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, മൂല്യമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതുമെല്ലാം കഴിഞ്ഞ് അതിരുവിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഇസ്ലാമിൻ്റെ ലാളിത്യവും ഇസ്ലാം പഠിപ്പിക്കുന്ന ദൂർത്തടിക്കാൻ പാടില്ല എന്ന തത്വവും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർത്തും അതിന് വിരുദ്ധമാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിന്ന് ഞാൻ ശ്രദ്ധിക്കപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് ധരിക്കുന്ന വസ്ത്രങ്ങൾ, അത്തരം വസ്ത്രങ്ങൾ ധരിക്കരുത്. അങ്ങനെ വസ്ത്രം ധരിച്ച് നടന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞത് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒമ്പതാമത്തത്, നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത്, മനഃപൂർവ്വം ചെയ്യുന്നത് അഹങ്കാരത്തിൽപ്പെട്ടതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മുന്തിയ നിലക്കുള്ള വസ്ത്രങ്ങളാവണമെന്നുമില്ല. നമ്മൾ സാധാരണ ധരിക്കുന്ന പാൻറ്റുകളാണെങ്കിലും തുണിയാണെങ്കിൽ പോലും നെരിയാണിയുടെ താഴെ മനഃപൂർവ്വം വസ്ത്രം ധരിക്കാൻ പാടില്ല. നെരിയാണിക്ക് മേലെ ആയിക്കൊണ്ടായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത്
ഇന്ന് പുരുഷന്മാർ തീരെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഹദീസിൽ വന്നിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല, അവരിലേക്ക് നോക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിലത്ത് വലിച്ചഴച്ച് നടന്ന ഒരാളെ ഭൂമി പിളർത്തി അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞതായും സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. 10ാമത്തത്, പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വർണവും പട്ടുവസ്ത്രവും ധരിക്കൽ അനുവദനീയമാണ്. പക്ഷേ പുരുഷന്മാർക്ക് സ്വർണവും പട്ടുവസ്ത്രവും ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് പട്ടുവസ്ത്രം പുരുഷന്മാർ ഒഴിവാക്കണം, കുപ്പായമാണെങ്കിലും മറ്റു വസ്ത്രങ്ങളാണെങ്കിലും. അതേപോലെ തന്നെ 11ാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരത്തിൻ്റെ സമയത്ത് നല്ല വസ്ത്രം ധരിക്കണം. പലരും പള്ളിയിലേക്ക് വരുന്നത് കളിക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഒക്കെ ധരിക്കുന്ന ആ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ ഓരോ നമസ്കാര വേളയിലും നിങ്ങളുടെ സീനത്ത്, അലങ്കാര വസ്ത്രം ധരിക്കുക എന്നാണ്. അവിടെ ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നത്, പല സ്വഹാബികളും പള്ളിയിലേക്ക് പോകുമ്പോൾ ധരിക്കാൻ നല്ല ഡ്രസ്സുകൾ കരുതിയിരുന്നു എന്നാണ്. കാരണം മലക്കുകൾക്ക് ദുർഗന്ധം ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി അടുത്ത് നിൽക്കുന്നവർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകരുത്. മറിച്ച് നല്ല വസ്ത്രം ധരിക്കണം. റഹ്മാനായ റബ്ബിനോട് സംസാരിക്കാനാണ് നമ്മൾ പോകുന്നത്. റബ്ബുമായിട്ടുള്ള മുനാജാത്താണ് നമസ്കാരമെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല നിലക്ക് വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നല്ല വൃത്തിയോടുകൂടി അതവോടുകൂടിയായിരിക്കണം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോവേണ്ടത്. അതേപോലെ തന്നെ 12ാമത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുക. പല ആളുകളും വളരെ വൾഗറായ ഫാഷനുകൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടതായിരിക്കും, അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ഏതെങ്കിലും സെലിബ്രിറ്റികളോ മറ്റോ ധരിച്ചതായിരിക്കും. പക്ഷേ വളരെ തല്ലിപ്പൊളി രീതികൾ. പക്ഷേ ആളുകൾ ഇന്ന് അനുകരണ ഭ്രമമാണ്. എത്ര മോശം വസ്ത്രധാരണ രീതി മറ്റുള്ളവർ സ്വീകരിച്ചാലും, ആളുകൾക്ക് അറപ്പാകുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതി സ്വീകരിച്ചാലും, ഞാൻ അവൻ്റെ ഫാനാണ് എന്നുള്ളൊരു പേര് പറഞ്ഞാൽ അതൊക്കെ അനുകരിക്കുകയാണ് മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾ. അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് പാടില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്, മുസ്ലിമീങ്ങൾക്ക് പാടില്ല. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിൽ നിന്നും നമുക്കൊരാളെ അളക്കാൻ പറ്റും. ഒരാൾ ഡ്രസ്സ് ധരിക്കുന്നതിൽ നിന്ന് അയാളുടെ സംസ്കാരം, അയാളുടെ ചിന്താഗതികൾ, അയാളുടെ കൂട്ടുകെട്ട്, ഇതൊക്കെ ഒരാളുടെ ഡ്രസ്സിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മാന്യമായ വസ്ത്രം ധരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഭയഭക്തിയുള്ള വസ്ത്രധാരണ രീതി, മാന്യതയുള്ള വസ്ത്രധാരണ രീതിയായിരിക്കണം. മാന്യന്മാരുടെ വസ്ത്രധാരണ രീതിയുമായിരിക്കണം. വളരെ മോശമായി അറിയപ്പെടുന്ന ആളുകളുടെ മോശമായ ശൈലികളെ നമ്മൾ ഒരിക്കലും അനുകരിക്കരുത്. 13ാമതായി പറയാനുള്ളത്, അതൊരു തെറ്റ് എന്നുള്ള നിലക്കല്ല, ഒരു സുന്നത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ള വസ്ത്രത്തിന് അല്പമൊക്കെ നമ്മുടെ ഡ്രസ്സിങ്ങിൽ പ്രാധാന്യം കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മരണപ്പെട്ടവരെ കഫൻ ചെയ്യുന്നത് വെള്ള വസ്ത്രം കൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ. അതുകൊണ്ട് വെള്ള വസ്ത്രം ധരിക്കൽ പ്രത്യേക സുന്നത്താണ്. അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അത് നിർബന്ധമായൊരു കാര്യമല്ലെങ്കിൽ പോലും ഒരു സുന്നത്ത് കിട്ടുക എന്നുള്ള നിലക്കും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം ചെയ്യുക എന്നുള്ള നിലക്കും നമ്മുടെ ഡ്രസ്സിങ്ങിൽ വെള്ള വസ്ത്രത്തിന് അല്പമൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.